പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപം നിറഞ്ഞ ആകാശത്തിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ ധീരകൃത്യങ്ങളെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ഉന്നത മഹിമാവിനെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളമൂതിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകളാലും മദ്ദളങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ. ഇമ്പമുള്ള തന്ത്രികളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കരുണാനന്ദകരമായ കൈത്താളങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ആരവം കൊണ്ടും ആർപ്പുവിളി കൊണ്ടും അവിടുത്തെ സ്തുതിക്കുവിൻ. സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകുടം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും നിന്റെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സകലത്തിന്റെയും നാഥ,
നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എന്റെ കർത്താവേ, എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. നമ്മുടെ പെസഹ മിശിഹായാകുന്നു. ഇസ്രായേൽ ജനത ഏകീമോചനമാ കുഞ്ഞാടിൻ രക്തം, തൻ രക്തത്താൽ ദൈവത്തിൻ കുഞ്ഞാടോ നരവംശത്തെ തെറ്റിൽ നിന്നു വിമോചിച്ചു. വിണ്ണിൻ പാത തുറന്നേകി അവനെന്നും സ്തോത്രം പാടിടാം. നീതിയുടെ വാതിൽ എനിക്ക് തുറക്കണമേ, വാതിലിൽ അടയാളം കുഞ്ഞാടിൻ രക്തം മോചനമന്നേകി. ദൈവത്തിൻ കുഞ്ഞാടോതൻ ശിഷ്യഗണത്തിനുൾത്താരിൽ രക്ഷയും ഉയരും വെളിവാക്കും വിലമതിയാത്തോരടയാളം നിർമ്മിച്ചു സ്വന്തം രക്തത്താൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുഞ്ഞാടിൻ രക്തം നാശകനിൽ നിന്നും മോചന കാരണമായി. സകലേശാനിൻ കുഞ്ഞാടിൻ രക്തത്താൽ നീ മാനവനെ ജീവനിലേക്കു നയിച്ചിടുവാൻ മൃതിയിൽ നിന്നു വിമോചിച്ചു. നീയല്ലോ നിത്യം പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എൻ്റെ ഈ പ്രാർത്ഥന എൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിലെ മധുരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കരുതേ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ ദൈന്യം കൊണ്ട് എന്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്തകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നുവെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കെണികൾ വച്ചു.
ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങന്റെ അഭയമാണല്ലോ. അങ്ങേ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശബ്ദപൂർവ്വം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ കഷ്ടപ്പെട്ടു, അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങളുടെ കാണിക്ക സ്വീകരിക്കണമേ, നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാകുന്നു, എങ്കിലും ഞാൻ അങ്ങേ നിയമം മറന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവേൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവേൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്വർഗീയ കാര്യങ്ങളുടെ പ്രതിരൂപങ്ങൾ മണ്ണിൻ പാപം നിഹനിക്കും കുഞ്ഞാടായിഹ വന്നവനെ, പെസഹ നാളിനു മുൻപേ താൻ നിഹനിക്കണമെന്നായി ജനം മിസ്രയീമിൽ കുഞ്ഞാടുകളിൽ നിഴലു പരത്തിയ സത്യത്തിൻ പരിപൂർത്തിക്കായി അവനെന്നാൽ പെസഹ കുഞ്ഞാടായി മാറി. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. പണ്ടു പുരോഹിത ശ്രേഷ്ഠന്മാർ കുഷ്ഠവിമോചന ശുദ്ധിക്കായി ഖഗരക്തത്താൽ രോഗികളെ സേചിതരാക്കിയതറിവൂ നാം. നിത്യപുരോഹിതനീശോയോ നിജരക്തത്താൽ പാപികൾ തൻ ഹൃദയം കഴുകിയവർ കൻപോൾ ആത്മവിശുദ്ധി പകർന്നേകി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മൃഗരക്തത്താൽ മുമ്പെല്ലാം ബലിയർപ്പിച്ചു പിതാക്കന്മാർ, എന്നാൽ ഇന്നോ നാഥാ നീ സ്വയം ഒരു ബലിയായി അർപ്പിച്ചു. നിത്യപുരോഹിതനിവിടെ ഇതാ സുരഭില സുന്ദര ധൂമസമം ഉയരുന്നുജ്വല തേജസ്സോടെ പരമപിതാവിൻ സന്നിധിയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ ത്രിത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ.
വിശുദ്ധരിൽ വസിക്കുകയും അവരെ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ എൻ്റെ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ മേൽധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തിരുസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടെയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകിരീടം നേടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും, പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാറിയവസേപ്പിന്റെയും മാർത്തോമാസ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തികവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹവും ശാശ്വതമായ കൃപയും എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, കയ്യൊപ്പിനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സ്വാന്തനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അവന്റെ വലിയ ശക്തി കാണിക്കുന്നതിന് വേണ്ടി
പണ്ടു പുരോഹിതനർച്ചനദ്രവ്യം വെറുമൊരു ചെറുമൃഗമല്ലോ നൂനം. എങ്കിലും ആ ബലി അവരിൽ ചാർത്തി പൂജിത തൻ പരിവേഷം പാരിൽ. പാവനമല്ല മൃഗമെന്നാലും അർച്ചകനതു പരിശുദ്ധി പകർന്നു. കർത്താവിന്റെ പ്രവൃത്തികളെ ആര് വിവരിക്കും? ദൈവത്തിൻ കുഞ്ഞാടിനു തുല്യം മറ്റൊരു കുഞ്ഞാടില്ല ഈ മണ്ണിൽ. വിണ്ണിൽ നിന്നുള്ള അർച്ചനദ്രവ്യം അർപ്പിക്കാൻ നരനെഴുതല്ലേതും. അതിനാൽ സ്വയം അവനിവിടർച്ചകനും ബലിവസ്തുവുമായി തീർന്നു നൂനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവനമീ ബലിയർപ്പിച്ചിടാൻ അർഹതയുള്ളവരാരീ മണ്ണിൽ. നിജബലി സ്വയം അവനതിനാലേകി മർത്യർക്കനുരഞ്ജകനായി മാറി. മിശിഹാ വഴിയായി നരനോടു രമ്യത നിതരാം കാട്ടും താതനു സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കൃപാപൂർണനായ ദൈവമേ, ലോകത്തിന്റെ പാപങ്ങൾ നിഹനിക്കുവാൻ ഭൂമിയിൽ അവതരിച്ച ദിവ്യ കുഞ്ഞാടിനെ അനുകരിച്ച് നിന്റെ തിരുവിഷ്ടം നിറവേറ്റുവാനും സ്വർഗത്തിൽ വിജയകിരീടം ചൂടുവാനും ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിന്റെ കരങ്ങൾ എന്നെ സൃഷ്ടിച്ചെനിക്ക് രൂപം നൽകി. നിന്റെ പ്രമാണങ്ങൾ പഠിക്കുന്നതിന് എനിക്ക് ഗ്രഹണശക്തി തരണമേ. നിന്റെ കരങ്ങളെ സൃഷ്ടിച്ചെനിക്ക് രൂപം നൽകി. നിന്റെ പ്രമാണങ്ങൾ പഠിക്കുന്നതിന് എനിക്ക് ഗ്രഹണശക്തി തരണമേ. നിന്റെ വചനത്തിൽ ഞാൻ ശരണപ്പെട്ടു. തന്മൂലം നിന്റെ ഭക്തന്മാർ എന്നെ കണ്ടാനന്ദിക്കും. കർത്താവേ, നിന്റെ വിധികൾ ന്യായപൂർണമാണെന്നും നീതിപൂർവമാണ് നീ എനിക്ക് കഷ്ടപ്പാടുകൾ തന്നതെന്നും ഞാൻ അറിയുന്നു. നീ എന്നോട് വാഗ്ദാനം ചെയ്തതുപോലെ നിന്റെ അചഞ്ചലമായ സ്നേഹം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ദുഷ്ടന്മാർ ലജ്ജിതരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ചതി പ്രയോഗിച്ച് അവർ എന്നെ വീഴ്ത്തി. ഞാനോ എന്നാൽ നിന്റെ പ്രമാണങ്ങളിൽ മേൽ ധ്യാനിക്കും. നിന്റെ സാക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിന്റെ ഭക്തന്മാർ എന്റെ പക്കലേക്ക് തിരിയട്ടെ. ഞാൻ ലജ്ജിക്കാതിരിക്കുവാൻ നിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹൃദയം കുറ്റമറ്റതായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർഭരമായ പ്രഭാതവും സത്പ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ അധികണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൽ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് കുറയാത്ത സ്നേഹത്തിന്റെ സമുദ്രമാകുന്നു. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേ മഹത്വമേറിയ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയൗസേപ്പിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും മാർ ഗീവർഗീസിന്റെയും മറ്റു വേറെ സാക്ഷികളുടെയും വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ ക്ലാരയുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും മറ്റ് സകല വിശുദ്ധരുടെയും അൽപ്പാന്മാരുടെയും മധ്യസ്ഥതയെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും
ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ സ്ലിവായുടെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.